ഹലോ. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ നിങ്ങളെ ഞാൻ കണ്ട സമയത്ത് നിങ്ങൾ ഈ ഇൻ്റർനാഷണൽ ഫിനാൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഇതുമായിട്ടൊക്കെ എത്രത്തോളം നിങ്ങൾ ഒരു ഹാബിച്വേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് എത്രത്തോളം നിങ്ങൾ കോപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിവേ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹെൽഡ് ബൈ ഡിഫറെൻറ്റ് കൺട്രീസ് ടു മീറ്റ് ദെയർ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി. അവരുടെ ഒരു രാജ്യത്തിന് അവരുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ സഹായിക്കാനുള്ള ഒരു ഉപാധിയാണ് IMF എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ. സോ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ബെനഫിഷ്യറി ഓഫ് IMF എന്ന് അതുൽ അന്ന് വായിച്ച സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി ഇന്ത്യ എത്രത്തോളം IMFൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. സിവിയർ ആയിട്ടുള്ള BOP ഡെഫിസിറ്റുകളിലൂടെ ഇന്ത്യ കടന്നുപോയ സമയത്തെല്ലാം IMF ഒരുപാട് ഇന്ത്യക്ക് കടങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കടമെടുക്കൽ മൂലം പാർലമെൻറ്റിനകത്തും പുറത്തും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ട് മുൻകാലങ്ങളിൽ IMFനെ നമ്മുടെ ഫിനാൻഷ്യൽ എക്കണോമിക് സോവറിനിറ്റി IMFൻ്റെ മുന്നിൽ അടിയറ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇനി നെക്സ്റ്റ് ഉള്ളത് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു ടേമാണ്. ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ ഈ ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടോ എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി. നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 1991, 89, 90 കാലഘട്ടത്തിലൊക്കെ 91 പുതിയ സാമ്പത്തിക നയം വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ ഫോറിൻ റിസർവ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെ ഒരാഴ്ചത്തേക്കാണ് പറഞ്ഞല്ലേ, ഒരാഴ്ചത്തേക്ക് ഉള്ള ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള പണമേ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നു. അത്രയും പരിതാപകരമായ അവസ്ഥയായിരുന്നു 90-ന് മുന്നേ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതും ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റിയും തമ്മിൽ നിങ്ങൾ കണക്റ്റ് ചെയ്യുക. സോ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് ടു മീറ്റ് സം ഇൻ്റർനാഷണൽ ഓബ്ലിഗേഷൻ. ഓക്കെ. ഈ ഇൻ്റർനാഷണൽ ഓബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കയ്യിലുള്ള അഗ്രിഗേറ്റ് ഓഫ് സ്റ്റോക്ക്, ജനറലി ആക്സെപ്റ്റഡ് അസറ്റ്സ്, അപ്പം മറ്റുള്ള ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ അഗ്രിഗേറ്റ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ കൺട്രി ടു മീറ്റ് ഇറ്റ്സ് ഇൻ്റർനാഷണൽ ഡെറ്റ് ഓർ ഓബ്ലിഗേഷൻ. ഇൻ്റർനാഷണൽ ഡെറ്റ് അല്ലെങ്കിൽ ഓബ്ലിഗേഷനെ മീറ്റ് ചെയ്യാനുള്ള ഒരു രാജ്യത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുക. ഓക്കെ. അപ്പം നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ എടുക്കുക. ഇന്ത്യ രാജ്യത്തിന് പല രാജ്യങ്ങളുമായിട്ടും ട്രേഡ് കോൺട്രാക്റ്റുകളുണ്ട്, ട്രേഡ് അഫയറുകളുണ്ട്, ട്രേഡ് റിലേഷനുണ്ട്. സോ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ദ കൺട്രി ലൈക്ക് ഇന്ത്യ നീഡ്സ് ഗുഡ് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി ഇൻ ടേംസ് ഓഫ് ദെയർ ട്രേഡിംഗ് ബിറ്റ്വീൻ നാഷൻസ്. അല്ലേ, രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിൻ്റെ കേസിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം പണം അല്ലെങ്കിൽ ലിക്വിഡ് എമൗണ്ട് അസറ്റ്, ജനറലി ആക്സെപ്റ്റബിൾ അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് വി ക്യാൻ മീറ്റ് ദ ഇൻ്റർനാഷണൽ ഓബ്ലിഗേഷൻ ഓർ ഡെറ്റ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി. അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എല്ലാം റെക്കോർഡ് ഉയരങ്ങൾ ഭേദിച്ച് ഓരോ വർഷം കൂടുന്തോറും റെക്കോർഡ് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ IMFൻ്റെ റോൾ എന്താണ്? ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി രാജ്യങ്ങൾക്ക് മൊത്തത്തിലൊരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ അവർക്ക് ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IMF എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ. അപ്പം IMF അതിൻ്റെ മെമ്പർ കൺട്രീസിന് ഇൻ്റർനാഷണൽ ഓബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. ഓക്കെ. സോ നമ്മുടെ രാജ്യങ്ങൾ പലതരത്തിലുള്ള റിസർവുകൾ IMFൽ സൂക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു കൊടുക്കൽ വാങ്ങൽ എഗ്രിമെൻറ്റ് പോലെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബ്രിക്സ് ബാങ്ക് രൂപീകരിക്കുന്ന സമയത്ത് ഓരോ രാജ്യക്കാരും ഇത്ര കോടി ഡോളർ, 20 കോടി ഡോളറെല്ലാം എടുത്തിട്ട് 100 കോടി ഡോളറിൻ്റെ ഒരു റിസർവ് ഉണ്ടാക്കണം 5 രാജ്യങ്ങൾ കൂടിയിട്ട്. അതിൽ നിന്ന് രാജ്യങ്ങളെ സഹായിക്കണം എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ IMFും ഇതുപോലെ ഒരു
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുമാണ്. നമ്മൾ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം IMFൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഒരു പാർ വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂവിനനുസരിച്ചൊരു തുക ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കണം. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അതിലേക്ക് കൊടുക്കണം. എന്നിട്ട് മെമ്പർ കൺട്രികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് അത് കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്, ഈ IMFൻ്റെ റോള് എന്ന് പറയുന്നത്. സോ IMF ഹാസ് പ്രോമിനൻ്റ് റോൾ ഇൻ റിഗാർഡ് വിത്ത് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറയും. അപ്പം ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IMF നൽകുന്ന ഒരു സംവിധാനമാണ് SDR അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. ഓക്കെ, അപ്പോൾ 1969 SDR എന്ന് പറയുന്ന ഈ ഒരു മെക്കാനിസം IMF കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് എ മെക്കാനിസം. ഓക്കെ, അപ്പം എന്താണ് ഈ മെക്കാനിസം എന്ന് വെച്ചാൽ, ഈ നമ്മൾ പറഞ്ഞല്ലോ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് IMF കൊണ്ടുവന്ന ഒരു മെക്കാനിസമാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. ഓക്കെ, അപ്പം ഈ IMFൻ്റെ ജനറൽ അക്കൗണ്ടിൽ 146 ബില്യൺ SDR ഉണ്ട്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ SDR എന്ത് ചെയ്യും, മെമ്പർ കൺട്രീസിന് അവരുടെ കോട്ട എന്ന് പറഞ്ഞൊരു സമയത്ത് കോട്ട അനുസരിച്ച് ഇവർ വിതരണം ചെയ്യും. ഓക്കെ, സോ എവരി മെമ്പർ കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ കോട്ട. Depends upon their quota, IMF will allocate special drawing right to every member countries. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ളൊരു അക്കൗണ്ടാണ് സ്പെഷ്യൽ ഡ്രോയിങ് അക്കൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് IMF എന്ത് ചെയ്യും, ഓരോ കൺട്രികൾക്കും അവരുടെ കോട്ട അനുസരിച്ച് കൊടുക്കും. അപ്പം BOP ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം ആണെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണെങ്കിലും ഇതിനെല്ലാം മറികടക്കാനായിട്ട് കുറേയൊക്കെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് വഴി നൽകുന്ന ധനസഹായങ്ങൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് SDR. അപ്പോൾ ഒന്നാമത്തെ ഉപാധിയാണ് SDR. രണ്ടാമത്താണ് കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ എന്താ, IMFൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സ് മെമ്പർ കൺട്രികൾക്ക് നൽകാനുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ലിക്വിഡിറ്റി പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മുടെ IMF എന്ത് ചെയ്യും, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൊടുക്കൽ വാങ്ങൽ എഗ്രിമെൻറ്റാണ് പറഞ്ഞു. ഓരോ രാജ്യങ്ങളും ഇത്ര എമൗണ്ട് IMFലേക്ക് കെട്ടിവെക്കേണ്ടതുണ്ട്, മനസ്സിലായല്ലോ. അപ്പം ലിക്വിഡിറ്റി പ്രോബ്ലമൊക്കെ ഉള്ള സമയത്ത് IMF എന്ത് ചെയ്യും, ഈ കോട്ട വർദ്ധിപ്പിക്കും. അപ്പം ധാരാളമായിട്ട് അവരുടെ റിസർവിലേക്ക് ധാരാളമായിട്ട് പണം വന്നു ചേരും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി പ്രോബ്ലം ഉള്ള സമയത്ത് IMF അതിനെ നേരിടുന്ന വേറൊരു ഉപാധിയാണ് കോട്ട. So quota means it is the amount which should be subscribed by the IMF from its member countries. മെമ്പർ കൺട്രികളിലെല്ലാം ഒരുപാട് പൈസ IMFലേക്ക് കെട്ടിവെക്കേണ്ടതുണ്ട്. If there is any international liquidity problems, the quota of the member countries will be increased. അവർ ധാരാളമായിട്ട് കൂടുതൽ പൈസ IMFലേക്ക് കെട്ടിവെക്കേണ്ടി വരും. അപ്പം അങ്ങനെ നമുക്ക് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് കോട്ട, മനസ്സിലായല്ലോ. അപ്പം ഈ 7.6 ബില്യൺ 1947 സ്ഥാനത്ത് ഇപ്പം 212 ബില്യൺ 1998 212 ബില്യൺ എമൗണ്ടിൻ്റെ കോട്ട IMFൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പം ലിക്വിഡിറ്റി പ്രോബ്ലം ഉള്ള സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ മെമ്പർ കൺട്രികളിൽ നിന്ന് ധാരാളമായിട്ട് കോട്ട അവിടെ വാങ്ങി ശേഖരിച്ച് വയ്ക്കുമാരെ IMF. പിന്നെ വേറൊരു ഉപാധിയാണ് ഗോൾഡ് സെല്ല് ചെയ്യുക, മനസ്സിലായല്ലോ. അപ്പം IMFന് എമൗണ്ടിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഗോൾഡ് എല്ലാം മെമ്പർ കൺട്രീസിന് വിറ്റ് പണം ശേഖരിച്ച് വെക്കും. ഓക്കെ, അതാണ് സെല്ലിങ് ഗോൾഡ് എന്ന് പറയുന്നത്. പിന്നെ ബോറോ ചെയ്യും. ഇഫ് ദർ ഈസ് എനി ലിക്വിഡിറ്റി പ്രോബ്ലം IMF ക്യാൻ ബോറോ ഫ്രം ഗവൺമെൻറ്റ്സ്, സെൻട്രൽ ബാങ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മനസ്സിലായല്ലോ. അതുപോലെ OPEC കൺട്രികളുണ്ടല്ലോ, ഓയിൽ പെട്രോളിയം അതുമായിട്ട് ബന്ധപ്പെട്ട ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അവരിൽ നിന്നൊക്കെ IMF കടം വാങ്ങാറുണ്ട്. ഇപ്പം ഇതിൽ സൗദി അറേബ്യൻ്റെ കയ്യിൽ നിന്നൊക്കെ IMF ധാരാളമായിട്ട് കടം വാങ്ങാറുണ്ട് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി പ്രോബ്ലംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഇത്രേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ, നിങ്ങളുടെ പോക്കറ്റിൽ പണമില്ല, നിങ്ങൾക്ക് ഒരുപാട് ഒബ്ലിഗേഷൻ ഉണ്ട്, അപ്പം നിങ്ങളെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കടം വാങ്ങും. അതുപോലെ തന്നെ IMFും ചെയ്യും. IMFന് ഒരുപാട് മെമ്പർ കൺട്രികളെ സഹായിക്കേണ്ടതുണ്ട്. ഇഫ് ദർ ഈസ് എനി ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി പ്രോബ്ലംസ് ദേ വിൽ റേസ് ഫണ്ട് ത്രൂ SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് വഴി അവരെന്ത് ചെയ്യും, ഫണ്ട് കളക്ട് ചെയ്യും, കോട്ട വർദ്ധിപ്പിക്കും, അതുപോലെ ഗോൾഡ് വിറ്റിട്ട് പണം കളക്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ ആളുകളിൽ നിന്നും ബോറോ ചെയ്യും, മനസ്സിലായല്ലോ.
നെക്സ്റ്റ് റിസർവ് ട്രാഞ്ച് എന്ന് പറഞ്ഞ വേറൊരു സംവിധാനമുണ്ട്. എന്നുവെച്ചാൽ എന്താ, ചില കൺട്രികളുടെ കറൻസി, അതായത് ഇവർ അങ്ങോട്ട് അവരുടെ കോട്ടേനേക്കാൾ, നമ്മളിപ്പം ഇന്ത്യക്ക് ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയും കറൻസി ഇന്ത്യക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റിസർവ് ട്രാഞ്ച്. ഓക്കെ. അപ്പോൾ ഇന്ത്യക്ക് ഒരു കോട്ട IMF നിശ്ചയിച്ചിട്ടുണ്ടാവും, ആ കോട്ട ഇന്ത്യ IMFിലേക്ക് അടയ്ക്കണം. പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ അത്രയും കറൻസി ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റിസർവ് ട്രാഞ്ച്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ റിസർവ് ട്രാഞ്ചിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ട് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, കോട്ട അനുസരിച്ച് കൊടുക്കുകയും ചെയ്തില്ല, കറൻസി കുറവുമാണ്. അപ്പം നമ്മൾ റിസർവ് ട്രാഞ്ച് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ IMF എന്ത് ചെയ്യും, നമുക്ക് കൂടുതലായിട്ട് എമൗണ്ടുകൾ തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ അവർ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും ശരിക്കും ഇൻട്രസ്റ്റേ ചാർജ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ദേ ഫെയിൽസ് ടു മീറ്റ് ദ കോട്ട. അവർ ആ കോട്ട പ്രൊവൈഡ് അല്ലെങ്കിൽ അവർ കൊടുക്കാൻ IMF നോക്കൂ, ഇന്ത്യ രാജ്യം ഇന്ത്യക്ക് നിശ്ചയിച്ച പ്രകാരമുള്ള തുക IMFിലേക്ക് കൊടുക്കാൻ ഇന്ത്യ ഫെയിലാണ്. ഇന്ത്യയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ IMF എന്ത് ചെയ്യും, ഈ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്തതിൽ നമുക്ക് വീണ്ടും എമൗണ്ട് തരും. പക്ഷേ അതിൻ്റെ മുകളിൽ അവരെന്ത് ചെയ്യില്ല, ഒരിക്കലും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യില്ല. മനസ്സിലായല്ലോ. പക്ഷേ 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചടയ്ക്കണം. അപ്പോൾ അത് വേറൊന്നാണ്, റിസർവ് ട്രാഞ്ച് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് ആണ് എന്ത്, ക്രെഡിറ്റ് ട്രാഞ്ച്. ക്രെഡിറ്റ് ട്രാഞ്ച് പറഞ്ഞാൽ എളുപ്പമാണ്, നമ്മൾക്ക് ഓരോ ആനുവലായിട്ട് നമുക്ക് ക്രെഡിറ്റ് തരുന്നതാണ് IMF. ഓക്കെ. അപ്പം ഓരോ രാജ്യങ്ങളും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി കിട്ടാനായിട്ട് നമ്മൾ ക്രെഡിറ്റ് ട്രാഞ്ച് വഴി നമ്മൾ എന്ത് ചെയ്യും, പണം കളക്ട് ചെയ്യും IMFിൽ നിന്ന്. ഓക്കെ. അപ്പോൾ അത് മൊബൈലിൽ എന്തോ ഒരു മെസ്സേജ് വന്നതാണ്, ഞാനാണെങ്കിൽ അത് സൈലൻ്റ് ആക്കാൻ മറന്നും പോയി. ഓക്കെ. അപ്പോൾ ക്രെഡിറ്റ് ട്രാഞ്ച് വഴി നമുക്ക് മെമ്പർ കൺട്രീസിന് എന്ത് ചെയ്യാൻ പറ്റും, ധാരാളമായിട്ട് IMFിൽ നിന്ന് കടമെടുക്കാൻ പറ്റുമെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ന്യൂ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞ വേറൊരു പരിപാടിയുണ്ട്. ഇതൊക്കെ ക്രെഡിറ്റുമായി ഒക്കെ കടം കൊടുക്കലാണ്, ഇങ്ങോട്ട് വാങ്ങുന്നു അങ്ങോട്ട് കൊടുക്കുന്നു, അതാണ് സംഭവം. ന്യൂ ക്രെഡിറ്റ് ഫെസിലിറ്റി വഴി IMF ധാരാളം ലോൺസുകൾ മെമ്പർ കൺട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിലെല്ലാം ഒന്ന് നോക്കാം. BSFF, EFF, നമ്മളിപ്പം കോളേജിലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് അത് ഒരു എന്താ ഇതിന് പറയുന്നത്, ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് പോലൊക്കെ നോക്കി വരാൻ പറയായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കുക. ഇതൊക്കെയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. എന്തൊക്കെയാണ്, CCFF, STF, മനസ്സിലാവല്ലോ, CCL, ഇതൊക്കെ എന്താണെന്നൊന്ന് നോക്കി നിങ്ങളുടെ നെറ്റിലൊന്ന് നോക്കി വെക്കുക. അപ്പം അതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി. പിന്നെ ID, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വഴി റീപ്ലെനിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, റീപ്ലെനിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ കൺട്രികൾക്ക് ആവശ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നികത്തി കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഓക്കെ. അതിലെന്താണ്, ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രികൾക്കും പാവപ്പെട്ട രാജ്യങ്ങൾക്കും പുവർ കൺട്രികൾക്കും IMF എന്ത് ചെയ്യാറുണ്ട്, പണം കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പം ഈ കൊടുക്കുന്ന എമൗണ്ടുകൾ വർഷാവർഷം കഴിയുന്തോറും കൂടി വരും. ഓക്കെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, $15 ബില്യൺ 90 കൊടുത്തപ്പം $18 ബില്യൺ 93, പിന്നെ അത് 22 ബില്യണായി 1996. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ പുവർ കൺട്രികൾക്ക് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയ കൺട്രികൾക്ക് IDA റീപ്ലെനിഷ്മെൻറ്റ് വഴി IMF സഹായങ്ങൾ നൽകുന്നുണ്ട്. സോ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്ന അത്രയും ഒരു ക്രൈസിസ് ആയിട്ടുള്ള സിറ്റുവേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി IMF എന്തൊക്കെ ഉപാധികളാണ്, ഒന്ന് SDR ഇറക്കുന്നു, പിന്നെ കോട്ട വഴി പണം സ്വീകരിക്കുന്നു, ഗോൾഡ് സെല്ല് ചെയ്തെന്ന് പണം കളക്ട് ചെയ്യുന്നു, ബോറോ ചെയ്യുന്നു, റിസർവ് ട്രാഞ്ച് വഴി എമൗണ്ടുകൾ നൽകുന്നു, ക്രെഡിറ്റ് ട്രാഞ്ച് വഴി എമൗണ്ടുകൾ നൽകുന്നു, പിന്നെ ന്യൂ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് വഴി എമൗണ്ടുകൾ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട രാജ്യങ്ങൾക്ക്, അതുപോലെ IDA റീപ്ലെനിഷ്മെൻറ്റ് വഴിയും എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഞാനിത് നിർത്തുകയാണ്. ഓക്കെ.